ഹലോ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരത്തായി വികാസവാണി എന്ന സ്ഥലത്ത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ നിർമ്മിച്ച മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായ ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല റോഡ് സൗകര്യം ലഭ്യമാണ്. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 3 കിലോമീറ്റർ ദൂരവും, പാലാരിവട്ടത്തേക്ക് ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരവും, കാക്കനാട് ടൗണിലേക്ക് 4 കിലോമീറ്റർ ദൂരവും മാത്രമാണ് വരുന്നത്. എടപ്പള്ളി ലുലു മാളിലേക്ക് ഏതാണ്ട് ഒരു 7-8 കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട്. സീപോർട്ട് എയർപോർട്ട് റോഡിലേക്കാണെങ്കിൽ 5 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ചുറ്റുമതിലെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വീതി കൂടിയ റോഡ്, ടാർ റോഡ് ഫ്രണ്ടേജായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ 2 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീടിൻ്റെ മുറ്റത്ത് ലഭിക്കുന്നുണ്ട്. വീണ്ടും മുൻവശത്തായി കല്ലുകൾ വിരിച്ചിരിക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി കിണർ വെള്ളമാണ് വരുന്നത്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും മുൻവശത്തേക്ക് വന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു സീറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. 2-3 ചെയറുകളാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മെയിൻ ഡോറാണെങ്കിൽ ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ കൊത്തുപണികൾ ചെയ്ത് അലങ്കരിച്ച മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറിച്ചെന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസായ ലിവിംഗ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. 3 ഫേസ് കണക്ഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് പോയാൽ നല്ലൊരു സ്പേഷ്യസായ ഡൈനിങ് ഏരിയ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയ ഡൈനിങ് ഏരിയയാണ് ഇവിടെ വരുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ഒരു ഓപ്പൺ നൽകിയിട്ടുണ്ട്. ഒരു ചെറിയൊരു പാഷ്യോ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വാട്ടർ ഫൗണ്ടൻ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഇത് സൈഡ് വശങ്ങളെല്ലാം സെക്യൂർഡായിട്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഇവിടെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ സിറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി വാഷ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഇൻസുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചണാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസായ കിച്ചണാണ്. കിച്ചണും വർക്ക് ഏരിയയും അവൈലബിൾ ആണ്. കിച്ചൺ കൗണ്ടറായി ക്രോക്കറി ഷെൽഫുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് കിച്ചൻ്റെ ഈ കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്തായി ഒരു വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയ ഒരു ചെറിയ സിങ്കും ടേബിളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. വർക്കിയോട് ചേർന്ന് തന്നെയാണ് കിണർ വരുന്നത്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന രീതിയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്ക് മൂലയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. വാൾഡ്രോബ് സൗകര്യവും നൽകിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10-12 അളവിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസായ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഫുൾ ലെങ്ത്തിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സെറയുടെ സാനിറ്ററി ഇൻസുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. 10-12 എന്ന അളവിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം നല്ല മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനുവേണ്ടി സെറയുടെ സാനിറ്ററി ഇൻസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഈ ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു കോർണറിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റും മറ്റു സാധനസാമഗ്രി വിളിക്കാൻ പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകിയിട്ടുണ്ട്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ടൈലുകളും ഹാൻഡ് റെയിലിനായി GS കോട്ടോപ്പും വുഡുമാണ് നൽകിയിരിക്കുന്നത്.
നേരെ കയറി ചെന്ന് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ അപ്പർ ലിവിങ് ഏരിയ, വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി ചെറിയൊരു ഓപ്പൺ എല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല പർഗോളകളെല്ലാം നൽകി മനോഹരമാക്കിയ ഒരു സീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ അവൈലബിൾ ആണ്. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ അതേ സൈസിലുള്ള ബെഡ്റൂമാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നു. മാറ്റ് പാറ്റേണിലുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുള്ളത്. ഗ്ലോസി പാറ്റേണിലുള്ള ടൈൽസുകൾ വാൾ ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വാർഡ്രോബ് സൗകര്യം എല്ലാവിധ സൗകര്യത്തോടു കൂടി തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ ഒരു യൂട്ടിലിറ്റി സ്പേസും കൂടാതെ ഒരു വലിയൊരു ബാൽക്കണിയും ഈ വീടിന് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. 2000 സ്ക്വയർ ഫീറ്റിൽ 4 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമായി 4 ബാത്റൂം അവൈലബിൾ ആണ്. മനോഹരമായ ലൊക്കേഷനിലാണ് വീട് വരുന്നത്. എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമായ കാക്കനാടിൽ നിന്നും ഏതാണ്ട് ഒരു 3-3.5 കിലോമീറ്റർ മാത്രം ദൂരത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വികാസവാണി എന്ന സ്ഥലത്താണ് വീട് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന വില 1 കോടി രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.